ഹായ് ഓൾ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ദിശ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ടോപ്പിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഏൻഷ്യന്റ് ഹിസ്റ്ററിക്കകത്ത് മൗര്യൻ എംപയർ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. മൗര്യൻ എംപയർ. അപ്പോൾ മൗര്യൻ സാമ്രാജ്യത്തെ പറ്റിയാണ് നിങ്ങൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്താ പഠിക്കുന്നത്? നമ്മൾ ഇന്ന് ഏൻഷ്യന്റ് ഹിസ്റ്ററിക്കകത്ത് മൗര്യൻ എംപയറിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ ദിശ അക്കാഡമിയുടെ SSCയുടെ MTSന്റെ ന്യൂ ബാച്ച് മെയ് 7th സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോ എന്താണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് MTSന് വേണ്ടിയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും SSC MTSുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാവിധ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള എലാബറേറ്റഡ് ആയിട്ടുള്ള വളരെ മികച്ച ഫാക്കൽറ്റീസ് ഒക്കെ ക്ലാസ്സുകൾ നൽകുന്ന കോഴ്സാണ് SSCയുടെ MTSന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. മെയ് 7ാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് 250 അവർ പ്ലസ് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഫൗണ്ടേഷൻ ക്ലാസ്സസ് അതിന്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മെന്റർഷിപ്പ് സപ്പോർട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിനെ പറ്റി, ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ കിടക്കുന്ന താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ MTS ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ദിശ അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചാണ്. മെയ് 7ാം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. അഡ്മിഷൻസ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് MTSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ MTS മാത്രമല്ല എല്ലാ ഓൺലൈൻ ക്ലാസ്സുകൾ, അതായത് SSC റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ ദിശ അക്കാഡമി ആപ്പ് വഴി നൽകുന്നുണ്ട്. അപ്പോൾ ഇത് മെയ് 7th സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ബാച്ച് ആണ്. അപ്പോൾ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കാനായിട്ട് ഇന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ മൗര്യൻ എംപയറിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മള് ലാസ്റ്റ് ആയിട്ട് മൗര്യൻ എംപയറിന് തൊട്ട് മുമ്പ് നമ്മളെ റൂൾ ചെയ്തിരുന്നത് നന്ദ റൂളേഴ്സ് ആണ്. നന്ദ. ഓക്കെ, അപ്പോ ലാസ്റ്റ് ആയിട്ട് ആ നന്ദ റൂളേഴ്സിൽ ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത് ധനനന്ദയാണ് കേട്ടോ. ധനനന്ദ എന്ന് പറയുന്ന രാജാവാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, അദ്ദേഹം എന്താണ് ഹൈലി അൺപോപ്പുലർ ആയിരുന്നു. എന്ന് വെച്ചാൽ എന്താ, അദ്ദേഹത്തിന്റെ ടാക്സ് റെജീംസിനോട് ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ധനനന്ദയ്ക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയുടെ തന്നെ നോർത്ത് വെസ്റ്റ് റീജിയണിലൊക്കെ അലക്സാണ്ടറിന്റെ ഇൻവേഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ട് അലക്സാണ്ടറിന്റെ ഇൻവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ, അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് അലക്സാണ്ടർ പിടിച്ചെടുത്ത കുറെ സ്ഥലങ്ങളിലൊക്കെ ഫോറിൻ പവേഴ്സ് ഭരിച്ചിരുന്ന ആ സ്ഥലങ്ങളിലൊക്കെ കുറെ അൺട്രസ്റ്റ്, ആളുകൾക്ക് തീരെ താല്പര്യമില്ലായ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഈ അലക്സാണ്ടർ പിടിച്ചെടുത്ത കുറെ സ്ഥലങ്ങളൊക്കെ പിന്നീട് അലക്സാണ്ടറിന്റെ തന്നെ ഈ റീജിയനിലൊക്കെ സെല്യൂഷ്യസ് നിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട് അലക്സാണ്ടറിന്റെ തന്നെ ഒരു ജനറൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സ്ഥലങ്ങളും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ടൈമിലെ അവസ്ഥയാണ് പറയുന്നത്. എങ്ങനെയാണ് ആ ധനനന്ദനെ ആളുകൾക്ക് അത്ര ഇഷ്ടമല്ലാതിരിക്കുകയാണ്. അലക്സാണ്ടർ ഇവിടെ ഇൻവേഷൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള സെല്യൂഷ്യസ് നിക്കേറ്റർ 1 ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു സെല്യൂഷ്യസ് നിക്കേറ്റർ കുറെ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥലങ്ങളൊക്കെ സെല്യൂസിഡ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. സെല്യൂസിഡ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ റീജിയണിൽ ഇങ്ങനെ അവിടെയും അൺട്രസ്റ്റുകളാണ്. ഇവിടെ ആളുകൾക്ക് താല്പര്യമില്ലായ്മ കൂടി വരുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ഒരു ജനറലാണ് സെല്യൂഷ്യസ് നിക്കേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോ ചന്ദ്രഗുപ്ത അതേ ഒരു നോർമലി ഈ പറയുന്ന രാജവംശങ്ങളിലൊന്നും പെട്ടതല്ല. ഇന്റലിജന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഗുരു എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് കൗഡില്യൻ. ഓക്കെ, അപ്പൊ കൗഡില്യന്റെ സഹായത്തോടു കൂടിയാണ് ചന്ദ്രഗുപ്ത ധനനന്ദനെ തോൽപ്പിച്ച് 321 BC സിംഹാസനത്തിലേറുന്നത്. അപ്പൊ ചന്ദ്രഗുപ്തന്റെ കൂടെ ഉള്ള അദ്ദേഹത്തിന്റെ ബുദ്ധി കേന്ദ്രത്തിന്റെ പേരാണ് കൗഡില്യ. കൗഡില്യ. ചന്ദ്രഗുപ്തന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് കൗഡില്യ. അപ്പൊ കൗഡില്യന്റെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന ധനനന്ദനെ തോൽപ്പിച്ച് 321 BC ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്.
എന്നാണ് 321 BC-യിലാണ് ധനനന്ദനെ തോൽപ്പിച്ചുകൊണ്ടാണ്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കുന്നു. എന്താണ്? രണ്ടൂന്ന് പോയിന്റ് പഠിച്ചു. ഒന്ന്, ലാസ്റ്റ് റൂളർ ഓഫ് നന്ദ റൂളേഴ്സിലെ ലാസ്റ്റ് റൂളർ ആണ് ധനനന്ദ. അദ്ദേഹം അൺപോപ്പുലർ ആണ്. അദ്ദേഹത്തിന്റെ ടാക്സ് റെജിംസ് ഒക്കെ ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെടാതിരിക്കുമായിരുന്നു. പിന്നീട് അതുപോലെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഇവിടെ എന്താണ് വന്ന് ഇൻവേഷൻസ് ഒക്കെ നടത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ജനറലാണ് സെലൂഷ്യസ് നിക്കേറ്റർ 1. ഓക്കെ, അദ്ദേഹത്തിന്റെ ഏരിയാസ് എല്ലാം കൂടി ചേർത്തിട്ട്, സെലൂഷ്യസ് നിക്കേറ്റർ ഭരിച്ചിരുന്ന ഏരിയാസ് എല്ലാം കൂടി ചേർത്തിട്ട് സെലൂസിഡ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു ഡൈനാസ്റ്റിയും കൂടിയുണ്ട്. ഓക്കെ, സെലൂസിഡ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഡൈനാസ്റ്റി. അത് ആരാണ് സ്ഥാപിച്ചത്? സെലൂസിഡ് ഡൈനാസ്റ്റി സ്ഥാപിച്ചത് സെലൂഷ്യസ് നിക്കേറ്റർ 1 ആണ്. ഓക്കെ, അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഇവിടുത്തെ ഇൻവേഷൻസ് ഒക്കെ കഴിഞ്ഞു, അദ്ദേഹം തിരിച്ചു പോന്നു. അദ്ദേഹത്തിന്റെ ജനറൽ ആയിട്ടുള്ള സെലൂഷ്യസ് നിക്കേറ്റർ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഭരിക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടി ഓർത്തു വെച്ചേക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ധനനന്ദനെ തോൽപ്പിച്ചുകൊണ്ട് ചന്ദ്രഗുപ്ത എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഇന്റലിജന്റ് ആയിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഗുരു എന്നൊക്കെ വേണേൽ പറയാം, ഈ കൗടില്യന്റെ ശിക്ഷണത്തിലാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഇത്രയും എന്താവുന്നത്, എസ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പൊ 321 BC-യിലാണ് ധനനന്ദയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ചന്ദ്രഗുപ്ത സിംഹാസനത്തിലേറുന്നതെന്ന് പഠിച്ചു. അപ്പൊ രണ്ടാമത് എന്താ പഠിച്ചേ? എന്നാണ് ചന്ദ്രഗുപ്ത മൗര്യൻ സിംഹാസനത്തിലേറി. ചന്ദ്രഗുപ്ത എന്നാ വരുന്നത്? 321 BC-യിൽ. ആരെയാണ് തോൽപ്പിക്കുന്നത്? ധനനന്ദനെയാണ് തോൽപ്പിക്കുന്നത്. അതെ, ആരുടെ ഹെൽപ്പോട് കൂടിയാണ്? കൗടില്യന്റെ ഹെൽപ്പോട് കൂടി. ചാണക്യൻ എന്നൊക്കെ പറയാം അല്ലെ, കൗടില്യന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം സിംഹാസനത്തിലേറുന്നത്. 3 പോയിന്റ് പഠിച്ചോ. ലാസ്റ്റ് റൂളർ ഓഫ് നന്ദ ഡൈനാസ്റ്റി ധനനന്ദ. 321 BC-യിൽ ചന്ദ്രഗുപ്ത മൗര്യൻ കൗടില്യന്റെ സഹായത്തോടു കൂടി ധനനന്ദയെ തോൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സിംഹാസനത്തിൽ ഏറുന്നു. അതുപോലെ തന്നെ സെലൂസൈഡ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഡൈനാസ്റ്റി ഉണ്ട്. അത് സ്ഥാപിക്കുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ വൺ ഓഫ് ദി ജനറൽ ആയിട്ടുള്ള സെലൂഷ്യസ് നിക്കേറ്റർ ഫസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് കൂടി ഓർത്തു വെച്ചേക്കണം. അപ്പൊ അദ്ദേഹം ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ ഭരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും പോയിന്റ് അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ ഓർത്തു വെച്ചേക്ക, മൗര്യൻ എംപയറില് ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ എംപയറിലെ കുറച്ച് റൂളേഴ്സ് ആണ് ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക. 3 പേര് പഠിച്ചു വെച്ചേക്കാമോ? ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക. ഇത് 3ഉം മൗര്യൻ എംപയറിലെ റൂളേഴ്സ് ആണ്. 321 നമ്മൾ പഠിക്കും. ചിലയിടത്ത് 324-ലാണ് കറക്റ്റ് ഇദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റി 321 പഠിച്ചാൽ മതി. 321 BC തൊട്ട് 297 BC വരെ ഭരിക്കുന്നത് ചന്ദ്രഗുപ്ത മൗര്യയാണ്. അതിനുശേഷം 297 തൊട്ട് 272 വരെ ബിന്ദുസാര, 268 തൊട്ട് 232 BC വരെ അശോക. 3 റൂളേഴ്സിന്റെ പേര് പഠിക്കാമോ? ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക. 3 റൂളേഴ്സ് ആരൊക്കെയാണ്? ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക. 3 റൂളേഴ്സിന്റെ പേര് പഠിച്ചാമോ? ഇപ്പൊ തന്നെ അങ്ങ് പഠിക്കാമോ? ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക. ആരുടെയൊക്കെ പേരാ പഠിച്ചേ? ചന്ദ്രഗുപ്തന്റെ പേര് പഠിച്ചു, കൗടില്യന്റെ പേര് പഠിച്ചു, അലക്സാണ്ടർ ദ ഗ്രേറ്റ് പറഞ്ഞു, സെലൂഷ്യസ് നിക്കേറ്റർ പറഞ്ഞു. ഇപ്പൊ 2 പേരുടെ എക്സ്ട്രാ പഠിച്ചു, ബിന്ദുസാര, അശോക. ഇതെല്ലാം മൗര്യൻ എംപയറുമായിട്ട് റിലേറ്റ് ചെയ്ത പേരുകളാണെന്ന് ഓർത്തു വെക്കാമോ? ഓക്കെ, അടുത്തത് ഈ ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാനാരോഹണം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കിങ്ഡം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു സാമ്രാജ്യമായി വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പാകിസ്ഥാൻ റീജിയണും ഇന്ത്യയിലെ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ റീജിയണും നമ്മുടെ ഇങ്ങോട്ട് സൗത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റിയിട്ടില്ല. കേരളം ഒന്നും അങ്ങനെ ഭരിച്ചിട്ടില്ല. ബാക്കി നോക്കിക്കേ, ഇത്രയും റീജിയൻസും ചന്ദ്രഗുപ്ത മൗര്യൻ ഒരിക്കൽ കൈപ്പിടിയിലാക്കിയ സ്ഥലങ്ങളാണ്. താക്സില, ഇന്ദ്രപ്രസ്ഥ, മധുര എന്ന് പറയുന്നത് മധുര ഉണ്ട് കേട്ടോ, മധുര. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോധ്ഗയ, സാഞ്ചി, ഉജ്ജയിൻ, പാടലിപുത്ര, ഇതെല്ലാം ചന്ദ്രഗുപ്ത മൗര്യൻ പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ്. ഓക്കെ, പട്ടാല, ഓക്കെ, ഇതെല്ലാം ചന്ദ്രഗുപ്ത മൗര്യൻ പിടിച്ചെടുത്ത സ്ഥലങ്ങളാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ നോർമലി പറയുന്നത് അദ്ദേഹം ഓർഫൻഡ് ബോയ് ആണ്. വളരെ താഴ്ന്ന ഒരു ഹംബിൾഡ് ഫാമിലിയിൽ ജനിച്ച ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് കൗടില്യനാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോ സാൻഡ്രോ കോട്ടോസ് എന്നാണ് ഗ്രീക്ക് അക്കൗണ്ട്സിൽ അദ്ദേഹത്തിനെ മെൻഷൻ ചെയ്തിരിക്കുന്ന പേരാണ് സാൻഡ്രോ കോട്ടോസ്. നിങ്ങൾക്ക് ചോദിക്കും, ഗ്രീക്ക് അക്കൗണ്ട്സിൽ സാൻഡ്രോ കോട്ടോസ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ആരാന്ന് ചോദിക്കും? ചന്ദ്രഗുപ്ത മൗര്യ. ഓർത്തു വെച്ചേക്കാമോ? നമ്മുടെ ഗ്രീക്ക് അക്കൗണ്ട്സിൽ
സാൻഡ്രോകോട്ടോസ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആരെയാണെന്ന് ചോദിക്കും, ചന്ദ്രഗുപ്ത മൗര്യ ആണെന്ന് ഓർത്ത് വെച്ചേക്ക്. അടുത്ത പോയിന്റ് പഠിക്കുന്നു. ആ ഗ്രീക്ക് അക്കൗണ്ട്സില് സാൻഡ്രോകോട്ടോസ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആരെയാണ്, ചന്ദ്രഗുപ്ത മൗര്യയാണ്. ഓക്കെ, അങ്ങനെ 324 BC ഒക്കെ ആകുമ്പോഴത്തേക്കും അദ്ദേഹം അലക്സാണ്ടർ ഒക്കെ എന്താണ് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിയും, അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഒക്കെ പോകും. അങ്ങനെ ചന്ദ്രഗുപ്ത എന്താണ് കുറച്ച് ഗ്രീക്ക് റൂളേഴ്സ് ഇവിടെ ഭരിക്കുന്നുണ്ട്. നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ കൺട്രിയിൽ കുറച്ച് ഗ്രീക്ക് റൂളേഴ്സ് ഭരിക്കുന്നുണ്ട്. ഇവിടെ ഈ അലക്സാണ്ടർ എന്ത് ചെയ്യുന്ന ഇൻവേഷൻ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കുറച്ച് ഗ്രീക്ക് റൂളേഴ്സ് ഭരിക്കുന്നുണ്ട്. ഗ്രീക്ക് റൂൾഡ് സിറ്റീസ് ഉണ്ട് ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലൊക്കെ. അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ ചന്ദ്രഗുപ്ത മൗര്യ പയ്യെ പയ്യെ പിടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന്റെ എല്ലാ പരിപാടികൾക്കും സ്ട്രാറ്റജീസും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കൗടില്യനാണ്. ഇദ്ദേഹം അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്താണ് സ്വന്തമായിട്ട് വലിയൊരു ആർമി ഒക്കെ ജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പയ്യെ പയ്യെ ഇന്ത്യയുടെ പല ഭാഗങ്ങളായിട്ട് പിടിച്ചതൊരു സാമ്രാജ്യമായിട്ട് വളർത്തിയെടുക്കുവാണ്. ആര്, ചന്ദ്രഗുപ്ത മൗര്യ. മൗര്യ സാമ്രാജ്യം എന്ന് വെച്ചാൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിക്കുന്ന മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത്. പിന്നീട് ഈസ്റ്റ് സൈഡിലേക്ക് പോയി മഗധ പിടിച്ചെടുക്കും. അങ്ങനെ കുറെ ബാറ്റിൽസ് ഒക്കെ നടത്തി ധനനന്ദേനെ തോൽപ്പിക്കും. അങ്ങനെയാണ് 321 BC ആവുമ്പോഴത്തേക്കും ഈ പറയുന്ന മൗര്യ എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 324 BC ആവുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇവിടെ വിട്ടു പോകുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പിടിച്ചെടുത്ത കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് ഗ്രീക്ക് റൂളേഴ്സ് ഭരിക്കുന്നുണ്ട്. ഈ ഫോറിൻ റൂളേഴ്സ് ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ് അൺട്രസ്റ്റ് ആണ്, അവിടുത്തെ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത കുറെ കാര്യങ്ങൾ അവിടെ നടക്കുമ്പോഴാണ് ഇദ്ദേഹം പയ്യെ ചന്ദ്രഗുപ്ത മൗര്യൻ വന്നിട്ട് കൗടില്യന്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്ത് പയ്യെ പയ്യെ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു. ആ ഒരു നോർത്ത് വെസ്റ്റേൺ റീജിയണും പിന്നീട് മഗധയൊക്കെ പിടിച്ചെടുത്ത് പിന്നീട് ധനനന്ദ ഭരിച്ചുകൊണ്ടിരുന്ന ആ നന്ദ റൂളറായിട്ടുള്ള ധനനന്ദനെ തോപ്പിച്ച് 321 BC-യിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മൗര്യൻ എംപയർ, ഈ പറയുന്ന മൗര്യ എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 321 BC-യിലാണ്. ഓക്കെ, അതിനുശേഷം 305 BC ഒക്കെ ആവുമ്പോഴത്തേക്കും സെലൂഷ്യസ് നിക്കേറ്ററുമായിട്ട് അദ്ദേഹം ഒരു ട്രീറ്റിയിൽ ഏർപ്പെടുവാണ്. ഓക്കെ, അങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യൻ ബലൂചിസ്ഥാൻ, ഈസ്റ്റേൺ അഫ്ഗാനിസ്ഥാൻ റീജിയൺ ഒക്കെ, അതുപോലെ എന്താണ് സിന്ധുവിന്റെ വെസ്റ്റ് സൈഡിലുള്ള റീജിയൻസ് ഒക്കെ ആർക്ക് കിട്ടുവാണ്, ചന്ദ്രഗുപ്ത മൗര്യന് കിട്ടുവാണ്. എന്നാണ് 305 BC-യിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെലൂഷ്യസ് നിക്കേറ്ററുമായിട്ട് അദ്ദേഹം ഒരു ട്രീറ്റിയിൽ ഒപ്പുവിടുന്നു. അങ്ങനെയാണ് ബലൂചിസ്ഥാനും അഫ്ഗാനിസ്ഥാനും റീജിയൺ ഒക്കെ ചന്ദ്രഗുപ്ത മൗര്യന് ലഭിക്കുന്നത്. അപ്പൊ 324 ആരും ഇങ്ങനെ ബാക്കിലോട്ടല്ലേടാ വരുന്നത്. BC പറയുമ്പോൾ നമ്മള് 324 ആരും ഇവിടുന്ന് പോകുന്നു, നമ്മുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇവിടുന്ന് പോകുന്നു. അദ്ദേഹത്തിന്റെ കുറച്ച് സ്ഥലങ്ങൾ, അദ്ദേഹത്തിന്റെ കുറച്ച് ഗ്രീക്ക് റൂളേഴ്സ് ഭരിച്ചിരുന്ന സ്ഥലങ്ങൾ പിന്നീട് പയ്യെ മഗധയിലേക്ക് വരുന്നു. അങ്ങനെ കുറെ ബാറ്റിൽസ് ഒക്കെ ചെയ്തു നന്ദ ഡൈനാസ്റ്റിയിലെ ധനതന്തേനെ തോപ്പിച്ച് 321 BC ആയപ്പോ മൗര്യൻ എംപയർ സ്ഥാപിക്കുന്നു. പിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കൂടെ സെലൂഷ്യസ് നിക്കേറ്റർ സ്ഥാപിച്ചിരിക്കുന്ന ആ ഒരു ഡൈനാസ്റ്റി ഇങ്ങനെ പോകുന്നുണ്ട്. സെലൂഷ്യസ് നിക്കേറ്ററുമായിട്ട് ഒരു ട്രീറ്റിയിൽ ഏർപ്പെടുവാണ് 305 BC-യിൽ. അതിനുശേഷം അദ്ദേഹത്തിന് ബലൂചിസ്ഥാനും ഈസ്റ്റേൺ അഫ്ഗാനിസ്ഥാൻ റീജിയൺ ഒക്കെ ആർക്ക് ലഭിക്കുകയാണ്, ചന്ദ്രഗുപ്തന് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ സെലൂഷ്യസ് നിക്കേറ്ററിന്റെ മകളെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം അതിന് പകരം സെലൂഷ്യസ് നിക്കേറ്ററിന് 500 എലിഫന്റിനെ ഒക്കെ കൊടുത്തിട്ടാണ് വിവാഹം കഴിക്കുന്നത്. പിന്നീട് എന്താ, ഈ പറയുന്ന ചന്ദ്രഗുപ്ത ആയിട്ടുള്ള വാറുകളൊക്കെ സെലൂഷ്യസ് നിക്കേറ്റർ ഫുള്ളി അവോയ്ഡ് ചെയ്യുകയാണ്. പിന്നീട് എന്താ ഈ പറയുന്ന പകരം സെലൂഷ്യസ് നിക്കേറ്ററിന് അതിന് പകരം അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ അടുത്തുനിന്ന് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഒക്കെ ചന്ദ്രഗുപ്ത മൗര്യൻ കൊടുക്കുന്നു. 301 BC ഒക്കെ ആകുമ്പോഴത്തേക്കും സെലൂഷ്യസ് നിക്കേറ്ററുമായിട്ട് നല്ലൊരു എന്താണ് ബോണ്ട് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പോർഷൻസും കൂടി പിന്നീട് ചന്ദ്രഗുപ്ത മൗര്യന് ലഭിക്കുന്നുണ്ട്. സെലൂഷ്യസ് നിക്കേറ്ററിന്റെ മകളെ ചന്ദ്രഗുപ്ത മൗര്യൻ വിവാഹം കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. സെലൂഷ്യസ് നിക്കേറ്ററിന് 500 എലിഫന്റിനെ കൊടുത്തിട്ടാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. പിന്നീട് സെലൂഷ്യസ് നിക്കേറ്റർ ഫുൾ സ്കെയിൽ വാറൊക്കെ ഇദ്ദേഹവുമായിട്ടുള്ള ചന്ദ്രഗുപ്തയുമായിട്ടുള്ള വാറൊക്കെ അവസാനിപ്പിക്കുന്നു. പകരം എന്താണ് ഇദ്ദേഹത്തിന് ഈ ബാറ്റിൽ ഓഫ് ഇപ്സസ് എന്ന് പറഞ്ഞിട്ടൊരു ബാറ്റിലുണ്ട്. ഓക്കെ, ഈ സെലൂഷ്യസ് നിക്കേറ്ററിന്റെ റിവൽസിന് അദ്ദേഹത്തിന്റെ ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ഇപ്സസ് എന്ന് പറയുന്നത്. 301 BC-യിലാണ് ഈ ബാറ്റിൽ നടക്കുന്നത് കേട്ടോ. അപ്പൊ സെലൂഷ്യസ് നിക്കേറ്ററിന്റെ ഈ ബാറ്റില് ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചന്ദ്രഗുപ്ത മൗര്യൻ സഹായിച്ചു കൊടുക്കുന്നു. അങ്ങനെ എന്താണ് ചന്ദ്രഗുപ്ത മൗര്യനുമായിട്ട് സെലൂഷ്യസ് നിക്കേറ്റർ നല്ല കമ്പനി ആവുന്നു. അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിക്കുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അത്രയും സെലൂഷ്യസ് നിക്കേറ്ററിന്റെ പോർഷൻസും കൂടെ പിന്നീട് ആർക്ക് കിട്ടുവാണ്, ചന്ദ്രഗുപ്ത മൗര്യന് കിട്ടുവാണ്. ഓക്കെ, അങ്ങനെ ധനനന്ദയുടെ റീജിയൺ, ഈസ്റ്റ് വെസ്റ്റേൺ റീജിയൺ,
പിന്നെ ഇപ്പുറത്തെ സൈഡ് സെലൂഷ്യസ് നിക്കേറ്ററിന്റെ സൈഡിലുള്ള കുറച്ച് ബലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലത്തെ ആ റീജിയൻസ് ഒക്കെ കിട്ടുന്നു. സെലൂഷ്യസ് നിക്കേറ്റർ ഭരിച്ചുകൊണ്ടിരുന്ന മറ്റു ഭാഗങ്ങളൊക്കെ പിന്നീട് അദ്ദേഹത്തിന്റെ വിവാഹം വഴിയും കിട്ടുന്നു. അങ്ങനെ വലിയൊരു നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു എന്താണ് മാപ്പ് പോലെ വലിയൊരു ഏരിയയുടെ അതൊരു എന്താണ് എംപയർ ആക്കി ചന്ദ്രഗുപ്ത മൗര്യൻ വളർത്തിയെടുക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന ചന്ദ്രഗുപ്തയുടെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഗ്രീക്ക് അംബാസിഡർ ആരാന്ന് ചോദിക്കും. മെഗസ്തനീസ് ആണ്. മെഗസ്തനീസ് വാസ് ദ ഗ്രീക്ക് അംബാസിഡർ അറ്റ് ചന്ദ്രഗുപ്താസ് കോർട്ട്. ഓർത്ത് വെച്ചേക്കണം, ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഗ്രീക്ക് അംബാസിഡർ ആരാണെന്ന് നിങ്ങൾക്ക് ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. മെഗസ്തനീസ് ആണ്. മെഗസ്തനീസ് വാസ് ദ ഗ്രീക്ക് അംബാസിഡർ അറ്റ് ചന്ദ്രഗുപ്താസ് കോർട്ട്. ചന്ദ്രഗുപ്തയുടെ കോർട്ടിലുള്ള ഗ്രീക്ക് അംബാസിഡർ ആണ് മെഗസ്തനീസ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മിക്കവാറും സ്ഥലങ്ങളുടെ എല്ലാം കൺട്രോളും അവസാനം ആ ചന്ദ്രഗുപ്തയുടെ അണ്ടറിലാവുകയാണ്. ഓക്കെ, അങ്ങനെ എക്സ്ട്രീം സൗത്ത്, കലിംഗ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ചന്ദ്രഗുപ്തയ്ക്ക് കിട്ടാത്ത. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഏകദേശം ഇന്ത്യ പാകിസ്ഥാൻ റീജിയൺ എല്ലാം ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യുന്നു, പിടിച്ചെടുക്കുകയാണ്. 321 BC തൊട്ട് 297 BC വരെയാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ റീജിയൻ എന്ന് പറയുന്നത്. 297 BC വരെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഭരിക്കുന്നത്. ഭയങ്കര ഒരു സാമ്രാജ്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത്. ഓക്കെ, അപ്പൊ മെഗസ്തനീസ് ആണ് ഗ്രീക്ക് അംബാസിഡർ എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. വലിയൊരു സാമ്രാജ്യം അദ്ദേഹം ഉണ്ടാക്കുന്നു. ധനനന്ദേനെ തോപ്പിച്ചിട്ടാണ്, നന്ദ റൂളേഴ്സിന്റെ ധനനന്ദേനെ തോപ്പിച്ചിട്ടാണ് 321 BC അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യൻ ഈ പറയുന്ന മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് കൗഡില്യൻ എന്ന് പറയുന്നത്. കൗഡില്യ ട്രീറ്റ് ചെയ്ത് എന്താണ് അദ്ദേഹം വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന സാധാരണ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന കാര്യമൊക്കെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അതിനുശേഷം പിന്നീട് അധികാരത്തിൽ വരുന്ന വ്യക്തിയാണ് ബിന്ദുസാര. ബിന്ദുസാര ഓക്കെ, അധികാരത്തിൽ വരുന്നത് ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനായ ബിന്ദുസാര. അതായത് മരിക്കുന്നതിന് മുമ്പ് തന്നെ ബിന്ദുസാരനെ ഭരണം ഏൽപ്പിച്ചിട്ട് കർണാടക റീജിയണിലേക്ക് അദ്ദേഹം പോവുകയാണ്. എന്നിട്ട് ജൈന മതം സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ജൈന മതം സ്വീകരിച്ച അവസാന കാലത്ത് ജൈന മതം സ്വീകരിച്ച മൗര്യ സാമ്രാജ്യത്തിലെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രഗുപ്ത മൗര്യനാണെന്ന് എഴുതിക്കോണം. അദ്ദേഹത്തിന്റെ അന്ത്യം നടക്കുന്നത് കർണാടകയിലാണ്. ഭദ്രബാഹു എന്ന് പറയുന്ന ഒരു ജെയിൻ മോങ്കിന്റെ കൂടെ ഇദ്ദേഹം പോവുകയാണ്. ഓക്കെ, ഭദ്രബാഹു എന്ന് പറയുന്ന ജെയിൻ സന്യാസിയുടെ കൂടെ ചന്ദ്രഗുപ്ത മൗര്യൻ പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്താണ്, ഈ പട്ടിണി കിടന്ന് മരിക്കുന്ന പ്രത്യേക ഒരു ജൈനിസത്തിൽ ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ട്. അങ്ങനെ ജൈനിസത്തിന്റെ ആകർഷണനായി ജൈനമതം സ്വീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഈ പറയുന്ന പട്ടിണി കിടന്ന് മരിക്കാൻ നിരാഹാരം കിടന്നിട്ട് അതായത് ജൈൻ ട്രഡീഷൻ ആണ്. ഓക്കെ, ശ്രാവണ ബലഗോളയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ജൈൻ സ്റ്റാർവ് ചെയ്ത് സ്വന്തമായിട്ട് മരിക്കുകയാണ്. അദ്ദേഹം തീരുമാനിച്ച് തന്നെ മരിക്കുകയാണ്. ശ്രാവണ ബലഗോളയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ മരണപ്പെടുന്നത്. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റി അത്രേ കാര്യം ഓർമ്മിച്ചേക്കാം. ഓക്കെ, ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം BC 297 അധികാരത്തിൽ വരുന്നത് ആരാണ്? ബിന്ദുസാരയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഭദ്രബാഹു എന്ന് പറയുന്ന ജൈന്റെ അടുത്തേക്ക് ജൈനമതം സ്വീകരിച്ച് പോയത് ആരാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമതം സ്വീകരിച്ച് പോയത് ഏത് ജൈൻ മൗങ്കിന്റെ അടുത്തേക്കാണെന്ന് ചോദിക്കും. ആൻസർ എന്താണ്? ഭദ്രബാഹു ആണ്. ഭദ്രബാഹു ഓർത്തു വെച്ചേക്കാമോ? ഭദ്രബാഹു ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്താ, ഈ ജൈനമതത്തിൽ തന്നെ ഇങ്ങനെ എന്താണ് സ്വർഗാരോഹണം ചെയ്യുന്ന ഒരു രീതിയാണ് ഈ സ്റ്റാർവ് ചെയ്തിട്ട് ഇങ്ങനെ മരിക്കുക എന്നുള്ളത്. അങ്ങനെ ശ്രാവണ ബലഗോളയിൽ വെച്ച് അന്തരിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ചോദിക്കും. ആരാണത്? ചന്ദ്രഗുപ്ത മൗര്യനാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അടുത്ത ആളാണ് ബിന്ദുസാര. ഓക്കെ, ബിന്ദുസാരനെ പറ്റി പറയുവാണെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനാണ്. 297 BC തൊട്ട് 273 BC വരെയാണ് ബിന്ദുസാര ഭരിക്കുന്നത്. ഓക്കെ, ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനാണ്. 297 BC തൊട്ട് 273 BC വരെയാണ് ആര് ഭരിക്കുന്നത്? ബിന്ദുസാര ഭരിക്കുന്നത്. ഓക്കെ, അമിത്രഗാഥ എന്ന് വിളിക്കുന്നത്, അല്ലെ സ്ലേയർ ഓഫ് ഫോഴ്സ് ഓർ എന്താണ് അമിത്രോകേറ്റ്സ്, അതായത് ഗ്രീക്ക് സോഴ്സിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന മറ്റുള്ളവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയുന്ന ഒരു മീനിങ് വരുന്ന വാക്കാണ് അമിത്രഗാഥ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ബിന്ദുസാര എന്ന് പറയുന്നത്. ഓക്കെ, അമിത്രഗാഥ എന്ന് പറഞ്ഞ് എന്താ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ബിന്ദുസാര. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കോർട്ടിലുള്ള അദ്ദേഹത്തിന്റെ അംബാസിഡർ ആണ്, ഗ്രീക്ക് അംബാസിഡർ ഇൻ ഹിസ് കോർട്ട് ആണ് ഡെയ്മക്കസ്. ഓക്കെ, ഡെയ്മക്കസ് എന്ന് പറയുന്ന
ഗ്രീക്ക് അംബാസിഡർ അദ്ദേഹത്തിന്റെ കോർട്ടിലുള്ളതാണ്. ഓക്കെ, മെഗസ്തനീസ് ചന്ദ്രഗുപ്ത മൗര്യന്റെ ആണെങ്കിൽ ദെയ്മക്കസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കോർട്ടിലെ ഗ്രീക്ക് അംബാസിഡർ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അതിനുശേഷം ബിന്ദുസാരയ്ക്ക് ശേഷം വരുന്ന ബിന്ദുസാരയുടെ മകനാണ് അശോക. അശോകനെ ഓൾറെഡി അദ്ദേഹം റൂൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഉജ്ജയിന്റെ ഗവർണറായിട്ട് അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ബിന്ദുസാരയാണ് പിന്നീട് മൈസൂർ വരെയൊക്കെ ഈ പറയുന്ന മൗര്യ സാമ്രാജ്യം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ബിന്ദുസാരനെ പറ്റി ജസ്റ്റ് ഇത്രേ ഓർത്ത് വെച്ചേക്കുക. ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനാണ്. 297 BC തൊട്ട് 273 BC വരെയാണ് അദ്ദേഹം ഭരിക്കുന്നത്. അതുപോലെ അമിത്രഗാഥ, അതുപോലെ എന്താണ് അമിട്രോഗേറ്റ്സ്, അതായത് ഗ്രീക്ക് സോഴ്സസിന്റെ അമിട്രോഗേറ്റ്സ് എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണെന്ന് ചോദിക്കും. ആരാണ്? ബിന്ദുസാരേനെയാണ്. ദൈമക്കസ് ആണ് അദ്ദേഹത്തിന്റെ കോർട്ടിലെ ഗ്രീക്ക് അംബാസിഡർ. ഡെയ്മക്കസ് ആണ് അദ്ദേഹത്തിന്റെ കോർട്ടിലെ ഗ്രീക്ക് അംബാസിഡർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് അശോക. അശോകനെ ഉജ്ജയിന്റെ ഗവർണറായിട്ട് ഓൾറെഡി അദ്ദേഹം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബിന്ദുസാരയാണ് മൈസൂർ റീജിയണിലേക്കൊക്കെ ഈ പറയുന്ന നമ്മുടെ മൗര്യ സാമ്രാജ്യം എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പോകുന്ന എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കാം. ഇത്രയും ബിന്ദുസാരനെ പറ്റി ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ബിന്ദുസാര ചന്ദ്രഗുപ്തയുടെ സണ്ണാണ്. 297 BC തൊട്ട് 273 BC വരെ ഭരിക്കുന്നു. അമിത്രഗാഥ എന്ന് വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെയാണ്. അമിട്രോഗേറ്റ്സ് എന്ന് അതിനെ എന്താ ഗ്രീക്ക് സോഴ്സിൽ പറയും. ഡെയ്മക്കസ് ആരാണ്? ഡെയ്മക്കസ് അദ്ദേഹത്തിന്റെ കോർട്ടിലെ ഗ്രീക്ക് അംബാസിഡർ ആണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മകനാണ് അശോക. അശോകനെ ഇദ്ദേഹം ആദ്യം നിയമിക്കുന്നത് ഉജ്ജയിന്റെ ഗവർണറായിട്ടാണ്. അദ്ദേഹമാണ് മൈസൂർ റീജിയനിലേക്കൊക്കെ ഈ പറയുന്ന ഇച്ചിരൂടെ സൗത്തിലേക്ക് നമ്മുടെ മൗര്യ സാമ്രാജ്യം എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അതുപോലെ എന്താണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ ചീഫ് മിനിസ്റ്ററും അതുപോലെ ടീച്ചറും ഒക്കെയാണ് ചാണക്യ. ചാണക്യനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തക്ഷശിലയിലെ എന്താണ് ടീച്ചർ അല്ലെങ്കിൽ എന്താണ് പണ്ഡിതനും ഒക്കെയാണ് ചാണക്യ എന്ന് പറയുന്നത്. ബിന്ദുസാരയുടെ മിനിസ്റ്റർ ആയിട്ടും ചാണക്യ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബിന്ദുസാരേനെ ഹെൽപ്പ് ചെയ്യാനും ചാണക്യ ഉണ്ടായിരുന്നു. വിഷ്ണുഗുപ്ത, കൗഡില്യ എന്നൊക്കെ വിളിക്കുന്നത് ചാണക്യനെയാണ്. വിഷ്ണുഗുപ്ത, കൗഡില്യ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൗഡില്യ എന്ന് വിളിക്കുന്നത് ചാണക്യനെയാണ്. വിഷ്ണുഗുപ്ത എന്ന് വിളിക്കുന്നത് ചാണക്യനെയാണ്. അതുപോലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ ടെറിട്ടറി എക്സ്പാൻഷനും ആൾസോ വിത്ത് ഹിസ് സൺ ബിന്ദുസാരയുടെ ടെറിട്ടറി എക്സ്പാൻഷനും ബിന്ദുസാരയുടെ മിനിസ്റ്റർ ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ആര്? ചാണക്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ധനനന്ദേനെ ആ പറയുന്ന ഡൈനാസ്റ്റി ഇല്ലാണ്ടാക്കിയിട്ട് ഈ പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ മൗര്യൻ എംപയർ ഇത്ര എക്സ്പാൻഷന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ചാണക്യനാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെച്ചേക്കുക. അദ്ദേഹത്തിന്റെ ബുക്കാണ് അർത്ഥശാസ്ത്രം. ചാണക്യന്റെ ബുക്കിന്റെ പേരെന്താ? അർത്ഥശാസ്ത്രം. ഓർത്തു വെച്ചേക്കുക. മിലിറ്ററി സ്ട്രാറ്റജിയും അതുപോലെ ഈ പറയുന്ന ഭരണകാര്യങ്ങളും എക്കണോമിക്സ് ധനകാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ബുക്കാണ് ചാണക്യന്റെ അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണെന്ന് ചോദിക്കും. ഓപ്ഷനിൽ ചാണക്യനെ കൗടില്യനെ കാണില്ല, വിഷ്ണുഗുപ്ത ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോകുമ്പോ വിഷ്ണുഗുപ്തനെ വിളിക്കുന്നത് ചാണക്യനെയാണെന്ന് ഓർത്തു വെച്ചേക്കുക. അതുപോലെ ബിന്ദുസാരന്റെ മന്ത്രി കൂടെ ആയിരുന്നു ചാണക്യൻ. ആ പോയിന്റും കൂടി ഓർത്തു വെച്ചേക്കുക കേട്ടോ. അപ്പൊ ചാണക്യൻ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യന്റെ അതുപോലെ മൗര്യ സാമ്രാജ്യ എക്സ്പാൻഷന്റെയും ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ചാണക്യ അല്ലെങ്കിൽ കൗടില്യ അല്ലെങ്കിൽ വിഷ്ണുഗുപ്ത ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അർത്ഥശാസ്ത്ര പിന്നീട് അത് റീഡിസ്കവർ ചെയ്യുന്നത് ശ്യാമശാസ്ത്രിയാണ് 1905. 12th സെഞ്ചുറിയിൽ ഇത് ഡിസപ്പിയർ ചെയ്ത് പോകുന്നുണ്ട്. അർത്ഥശാസ്ത്രം കാണാതാവുന്നുണ്ട്. പിന്നീട് അത് റീഡിസ്കവർ ചെയ്യുന്നത് ശ്യാമശാസ്ത്രി ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അർത്ഥശാസ്ത്രത്തിൽ 15 ബുക്കുകളായിട്ട് ചെറിയ ചെറിയ വാല്യങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 180ഓളം ചാപ്റ്റേഴ്സ് ആണ് അർത്ഥശാസ്ത്രത്തിലുള്ളത്. അതിനകത്ത് 3ആയിട്ട് അതിന്റെ തീം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കിങ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഗവൺമെന്റ്, അതായത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ പറ്റിയാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത് സിവിൽ ആൻഡ് ക്രിമിനൽ ലോയിനെ പറ്റി പറയുന്നത്. പിന്നെ ഡിപ്ലോമസി ഓഫ് വാർ, യുദ്ധതന്ത്രങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അപ്പം സിവിൽ നിയമങ്ങൾ, ക്രിമിനൽ നിയമങ്ങളൊക്കെയാണ് സെക്കൻഡ് വാല്യത്തില്. അതുപോലെ യുദ്ധതന്ത്രങ്ങളെ പറ്റി 3ാമത്തെ വാല്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ രാജാവിന്റെ മന്ത്രിമാര്, ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഗവൺമെന്റ് ഇതിനെ പറ്റിയും ഒരു വാല്യത്തിൽ പറയുന്നുണ്ട്. ടോട്ടലി ഒരു 15 ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള 180 ചാപ്റ്ററുകളുള്ള ഒരു ബുക്കാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം. ഇത് 12th സെഞ്ചുറിയിൽ ഡിസപ്പിയർ ആയി പോകുന്നുണ്ട്. പിന്നീട് ശ്യാമശാസ്ത്രിയാണ് 1905 ഇത് റീഡിസ്കവർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ആ പോയിന്റുകളും ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അതുപോലെ ട്രേഡ് മാർക്കറ്റ്, മെത്തേഡ് ടു സ്ക്രീൻ മിനിസ്റ്റേഴ്സ്, അതുപോലെ സ്പൈസിനെ വിടുന്ന കാര്യം, ഓക്കെ, കിങ്ങിന്റെ ഡ്യൂട്ടീസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്താണ്
ഏത് ബുക്കിനകത്തുണ്ട്? അർത്ഥശാസ്ത്രത്തിലുണ്ട്. ചാണക്യനെ ഇന്ത്യൻ മാക്യവല്ലി. നിങ്ങളടുത്ത് ചോദിക്കും ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിക്കാം. ചാണക്യയാണ് കേട്ടോ. ഇന്ത്യൻ മാക്യവല്ലി എന്ന് അറിയപ്പെടുന്നത് ചാണക്യയാണ്. ചാണക്യനെയാണ് ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് കേട്ടോ. ചാണക്യ ഈസ് ആൾസോ കാൾഡ് ഇന്ത്യൻ മാക്യവല്ലി എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അടുത്ത റൂളറാണ് അശോക കേട്ടോ. അശോക. ഓക്കെ, ആദ്യം ഉജ്ജയിന്റെ ഗവർണറായിരുന്നു. പിന്നീട് അവന്തി എന്ന് പറയുന്ന റീജിയന്റെ ഗവർണറായിട്ടിരിക്കുന്ന സമയത്താണ് അശോക എന്താവുന്നത്, അദ്ദേഹത്തിന്റെ സിംഹാസനത്തിലേറുന്നത്. ഓക്കെ, അപ്പോ അദ്ദേഹം ടാക്സിലയിലൊക്കെ ചില സപ്രഷൻസ് നടത്തിയിട്ടുണ്ട്. ചില റിബലിയൻസ് ഒക്കെ നടക്കുമ്പോൾ ഫാദറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അതിലൊക്കെ മിടുക്കനായിരുന്നു. ഓക്കെ, അപ്പൊ ബുദ്ധിസ്റ്റ് ട്രഡീഷൻസ് ഒക്കെ അനുസരിച്ച് എന്താ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ അനുസരിച്ച് അശോക എക്സ്ട്രീംലി ക്രൂവൽ ആയിട്ടുള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തിൽ. ഓക്കെ, 99ഓളം വരുന്ന അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ കൊന്നതിന് ശേഷം സ്വന്തമായിട്ട് പിടിച്ചെടുക്കുന്ന അദ്ദേഹത്തിന്റെ എന്താണ് സിംഹാസനമാണെന്നാണ് പറയുന്നത് അശോകന്റെ. ഓക്കെ, അപ്പൊ അതിന്റെ ഹിസ്റ്റോറിക്കൽ അതന്റിസിറ്റി ഒന്നും ഇല്ല, ഇങ്ങനെ പറയപ്പെടുന്ന പക്ഷേ എക്സ്ട്രീംലി ക്രൂവൽ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ദീപവംശ എന്ന് പറയുന്ന ബുക്കില് 273 BC-യിൽ അദ്ദേഹം മഗധ പിടിച്ചെടുക്കുന്നു. 269 BC-യിലാണ് അദ്ദേഹം എന്താണ് ക്രൗൺ ചെയ്യപ്പെടുന്നതെന്നും അദ്ദേഹത്തിന്റെ ഒരു മിനിസ്റ്റർ ഉണ്ട് രാധ ഗുപ്ത, ആ പേരും കൂടി ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ദീപവംശ എന്ന് പറയുന്ന ബുക്കിനകത്ത് പറയുന്നുണ്ട് 273 BC-യിൽ അദ്ദേഹം മഗധ എംപയർ പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ 269 BC-യിലാണ് അദ്ദേഹം എന്താവുന്നത്, രാജപദവിയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ മിനിസ്റ്ററുടെ പേര് രാധ ഗുപ്ത ആണെന്ന് പറയുന്നുണ്ട്. എക്സ്ട്രീംലി ക്രൂവൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏർലി ലൈഫിൽ അശോക എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരെ കൊന്നതിന് ശേഷം പിടിച്ചെടുക്കുവാണ്, എംപയർ പിടിച്ചെടുക്കുവാണ് അശോക. ഓക്കെ, അപ്പോ എന്താണ് ഈ പറയുന്ന ശാസനങ്ങൾ വഴി, എഡിക്ട്സ് വഴി റോയൽ പബ്ലിക് ഓർഡേഴ്സ് പുറത്തിറക്കാൻ തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യയിലെ രാജാവാണ് അശോക എന്നാണ് പറയപ്പെടുന്നത്. അശോകന്റെ ശാസനങ്ങൾ നമുക്ക് ഇപ്പോഴും അതിന്റെ തെളിവുകളൊക്കെ ലഭിക്കുന്നുണ്ട് അല്ലെ. അശോകയുടെ റീജിയന്റെ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മേജർ റോക്ക് ഇൻസ്ക്രിപ്ഷൻസ്, മൈനർ റോക്ക് ഇൻസ്ക്രിപ്ഷൻസ്, സെപ്പറേറ്റ് ഇൻസ്ക്രിപ്ഷൻസ്, അതുപോലെ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, മൈനർ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അപ്പൊ മേജർ മൈനർ ആയിട്ടുള്ള പില്ലർ ഇൻസ്ക്രിപ്ഷൻസും റോക്ക് ഇൻസ്ക്രിപ്ഷൻസും ഉണ്ട്. അതുപോലെ സെപ്പറേറ്റ് വേറെ പല പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ശാസനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ 5 ടൈപ്പിലായിട്ട് ഇദ്ദേഹത്തിന്റെ ശാസനങ്ങളെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. റോക്ക് ഇൻസ്ക്രിപ്ഷൻസ് മേജർ എന്നും മൈനർ എന്നും, അതുപോലെ പില്ലർ അത് മേജർ എന്നും മൈനറും തിരിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ഇൻസ്ക്രിപ്ഷൻസ്, ഇങ്ങനെ 5 രീതിയിലാണ്, 5 ടൈപ്പാണ് അദ്ദേഹം ശാസനങ്ങൾ പുറത്തിറക്കിയിരുന്നത്. ഈ ശാസനങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ റീജിയണിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹം സ്വന്തമായിട്ട് ദേവാനാം പ്രിയദശി എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത് കേട്ടോ. ദേവാനാം പ്രിയദാസി എന്ന് വിളിച്ചിരുന്നത് ആരെയാണ്? അശോകൻ അദ്ദേഹത്തെ തന്നെ വിളിച്ചിരുന്നതാണ് കേട്ടോ. ദേവാനാം പ്രിയദാസി, ഇത് ആരുടെ പേരാണെന്ന് ചോദിക്കും, അശോകന്റെ ആണെന്ന് ഓർത്തു വെച്ചേക്ക് കേട്ടോ. ദേവാനാം പ്രിയദാസി, PYQ ആണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ എന്താണ് നമ്മുടെ കർണാടക റീജിയണിൽ അശോക എന്ന് പറയുന്ന പേര് നമുക്ക് ഹിസ് നെയിം അശോക എവിടേക്കാണ്, നമുക്ക് 3 സ്ഥലങ്ങളിൽ മാത്രമേ, കർണാടകയിലും മധ്യപ്രദേശിലും ഒക്കെ ആയിട്ട് 2-3 സ്ഥലങ്ങളിൽ മാത്രമേ അശോക എന്നുള്ള പേര് കിട്ടത്തുള്ളൂ. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ വിഷയങ്ങളെ സോൺ എന്നും അതുപോലെ തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് ദേവാന പ്രിയദാസി എന്നാണ് അദ്ദേഹം സ്വന്തമായിട്ട് എപ്പോഴും കൊടുത്തിരിക്കുന്നത്. ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ അശോക എന്നുള്ള പേര് 2-3 സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റൂ കേട്ടോ. അങ്ങനെ എന്താ ഇന്ത്യയിലെ നേപ്പാളിൽ അഫ്ഗാനിസ്ഥാനിലൊക്കെ അശോകയുടെ ഇൻസ്ക്രിപ്ഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാം അദ്ദേഹം ഭരിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഓക്കെ, 182ഓളം റെസൈറ്റേഷൻസ് 45 പ്ലേസിൽ നിന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻസ്ക്രിപ്ഷൻസ് കേട്ടോ. ഓർത്തു വെച്ചേക്കാം. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ശാസനങ്ങളൊക്കെ പ്രാകൃത് ഭാഷയില്, ഓക്കെ, അതുപോലെ ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ്. ഓക്കെ, കൊടുത്തിരുന്ന ഭാഷ ഏതാണ്? പ്രാകൃത്. അതുപോലെ ബ്രഹ്മി സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഖരോസ്തി, അരാമൈക്ക് സ്ക്രിപ്റ്റ് ഒക്കെ അദ്ദേഹം പല സ്ഥലങ്ങളിലായിട്ട് പല സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രഹ്മി സ്ക്രിപ്റ്റ്, ഖരോസ്തി ലിപി, അരാമൈക്ക് സ്ക്രിപ്റ്റ്, ഇതൊക്കെ അരാമൈക്ക് ലിപി, ഇതൊക്കെ ഈ ലിപികളിലൊക്കെ അദ്ദേഹത്തിന്റെ ഇൻസ്ക്രിപ്ഷൻസ് കാണാനായിട്ട് പറ്റും കേട്ടോ. അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ്, പ്രാകൃത ഭാഷ, ബ്രഹ്മി സ്ക്രിപ്റ്റ്. ഓക്കെ, മിക്കവാറും എല്ലാം ബ്രാഹ്മി സ്ക്രിപ്റ്റിലാണ് കാണപ്പെടുന്നത്. നോർത്ത് വെസ്റ്റേൺ പാർട്ടിലൊക്കെ ഖരോസ്തി എന്ന് പറഞ്ഞിട്ട് ലിപി ചോദിക്കുന്നുണ്ട്. ഖരോസ്തി ലിപി, അതുപോലെ അരാമൈക്ക് ലിപി, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. 45 സ്ഥലങ്ങളിലായിട്ട് 182ഓളം റെസൈറ്റേഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ,
അങ്ങനെ അശോക പിന്നീട് അദ്ദേഹത്തിന്റെ ഫോറിൻ പോളിസി വെച്ച എക്സ്പാൻഷൻ ആണ്, ടെറിട്ടറി എക്സ്പാൻഷൻ ആണ്. പയ്യെ പയ്യാണ് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് ആകർഷണമാവുന്നത്. ഓക്കെ, അദ്ദേഹം 261 BC-യിൽ ഒരു യുദ്ധം നടത്തുന്നുണ്ട്, കലിംഗ വാർ കേട്ടോ, കലിംഗ യുദ്ധം 261 BC-യിലാണ്. 269 BC-യിൽ അദ്ദേഹം സിംഹാസനത്തിൽ ഏറുന്നു എന്ന് നമ്മൾ പഠിച്ചു. 261 BC-യിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കലിംഗ വാറിൽ ഏർപ്പെടുന്നു. ഓക്കെ, കലിംഗ യുദ്ധം. ഓക്കെ, ഭയങ്കര മേജർ ആയിട്ടുള്ള യുദ്ധമാണ്. കലിംഗ സക്സസ്ഫുള്ളി അദ്ദേഹം പിടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ മഗധയുടെ 5ാമത്തെ പ്രൊവിൻസ് ആയിട്ട്, ഓക്കെ, ഈ പറയുന്ന മഗധേന്റെ 5ാമത്തെ പ്രൊവിൻസ് ആയിട്ട് കലിംഗേനെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് പ്രജയ, അവന്തി, ഉത്തരപദ, അതുപോലെ ദക്ഷിണപദ എന്നൊക്കെ പറഞ്ഞിട്ട് 4 പ്രൊവിൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിലൂടെ 5ാമത്തെ പ്രൊവിൻസ് ആയിട്ട് കലിംഗേനെ ആഡ് ചെയ്യുവാണ് കലിംഗ യുദ്ധത്തിലൂടെ. 261 BC-യിലാണ് കലിംഗ യുദ്ധം നടക്കുന്നത്. അപ്പൊ ഈ ബുദ്ധിസ്റ്റുകൾ എഴുതി വെച്ചിരിക്കുന്ന ലിറ്ററേച്ചർ അനുസരിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പറയുന്ന കലിംഗ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത്. 1,50,000-ൽ പരം ആളുകൾ എന്താണ് പിന്നെ പ്രിസണേഴ്സ് ഒക്കെ ആവുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ യുദ്ധമായിരുന്നു കലിംഗ യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഈ യുദ്ധത്തിൽ ആളുകൾ മരിച്ചു വീഴുന്നതും അതുവഴിയൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ഡീപ്ലി എന്താവുന്നത്, ഈ പറയുന്ന അശോകയ്ക്ക് ഡീപ്ലി ബുദ്ധമതത്തിലേക്ക് എന്താണ് തിരിയുന്നത്. അദ്ദേഹം ധമ്മഘോഷ, ഭേരിഘോഷ എന്ന് അദ്ദേഹത്തിന്റെ ഇത് ധമ്മ എന്ന് പറയുന്ന ആ ഒരു ധർമ്മം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ധമ്മ എന്ന് പറയുന്ന പോളിസി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ബുദ്ധമതത്തിലേക്ക് ആകർഷണമാവുകയൊക്കെ ചെയ്യുന്നത് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുകളിൽ പറയുന്നതാണ്. ഈ കലിംഗ യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് മാനസാന്തരം വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ അശോക പിന്നീട് ധമ്മ പോളിസി സ്റ്റാർട്ട് ചെയ്യാണ്. ധമ്മ പോളിസി കലിംഗ വാറിന് ശേഷം അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് ആയിട്ട് മാറുകയാണ്. കലിംഗ വാറിന് ശേഷം ഇങ്ങനെയാണ് ഈ പറയുന്ന ധമ്മ പോളിസി എന്ത് ചെയ്യുന്നത്, അദ്ദേഹം കൊണ്ടുവരുന്നത്. ഓക്കെ, ബുദ്ധിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നുണ്ട്. ട്രഡീഷണൽ ഇതനുസരിച്ച് അശോക 3rd ബുദ്ധിസ്റ്റ് കൗൺസിൽ ഓർഗനൈസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. 3rd ബുദ്ധിസ്റ്റ് കൗൺസിൽ. ഓക്കെ, അതുപോലെ ഒരുപാട് ഡൊണേഷൻസ് ബുദ്ധിസ്റ്റുകൾക്ക് കൊടുക്കുന്നുണ്ട്. ധമ്മയാത്ര അദ്ദേഹം എന്ത് ചെയ്യാണ്, പിന്നീട് പ്രൊമോട്ട് ചെയ്യാണ്. പിന്നീട് ആരെയും നോവിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ രാജാവ് എന്ന് പറയുന്നത് പിതാവിന് തുല്യമാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ധമ്മ പോളിസിൽ അദ്ദേഹം പിന്നീട് കൊണ്ടുവരുന്നത്. അദ്ദേഹം ഭയങ്കരമായിട്ട് ബുദ്ധ മതത്തില് എന്താവുകയാണ്, ആകർഷണനായിട്ട് പോവാണ്. 3rd ബുദ്ധിസ്റ്റ് കൗൺസില് അദ്ദേഹമാണ് നടത്തുന്നത്. ധമ്മ മഹാത്മാക്കളെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പല സ്ഥലങ്ങളിലായിട്ട് അപ്പോയിന്റ് ചെയ്യാണ്. ഓക്കെ, ധമ്മ പോളിസി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. റിലീജിയസ്ലി ആളുകളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കോൺഷ്യസ്ലി അദ്ദേഹം എന്താണ് ഈ പറയുന്ന ധമ്മ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുപോവാണ്. അപ്പൊ അതത്രേ ഉള്ളൂ, അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അശോക ബുദ്ധിസം ശ്രീലങ്കയിലും സെൻട്രൽ ഏഷ്യയിലും ഒക്കെ അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ട്രൈബ്സിനോടും ഈ പറയുന്ന കാട്ടാളന്മാരോടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ധമ്മ പോളിസി ഫോളോ ചെയ്യാൻ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അശോകന്റെ ധമ്മ പോളിസി ജസ്റ്റ് ഒന്നുമില്ല, 261 BC-യിലെ കലിംഗ വാറിന് ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ധമ്മ പോളിസി ഒക്കെ സ്വീകരിക്കുന്നതും അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് കയറുന്നതും എന്നുള്ള കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. 261 BC-യിലാണ് അദ്ദേഹത്തിന്റെ കലിംഗ യുദ്ധം എന്ന് ഓർത്തിരിക്കുക. അതുപോലെ അശോകന്റെ മേജർ റോക്ക് പില്ലേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു. റോക്ക് ഇൻസ്ക്രിപ്ഷൻസ്, പില്ലർ ഇൻസ്ക്രിപ്ഷൻസും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതായത് അശോകന്റെ ആണെന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ മൗര്യ സാമ്രാജ്യത്തിൽ മെയിൻ ആയിട്ടും നമ്മൾ പഠിച്ചത് ചന്ദ്രഗുപ്ത മൗര്യൻ, ബിന്ദുസാര, അശോക, ഈ 3 പേരുടെ കാര്യമാണ്. അങ്ങനെയാണ് മൗര്യ സാമ്രാജ്യം. വളരെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വല്ലപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. നിങ്ങൾ ഒരുപാട് നേരം ഇതിനു വേണ്ടിയിട്ട് തലയൊന്നും പോയിക്കേണ്ട. ഈ നോട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. NCERT-ലുള്ള ഏകദേശം പോയിന്റ്സ് ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ കുറച്ച് പോസ്റ്റ് മൗര്യൻ പീരീഡും മൗര്യൻ റീജിയനിലുള്ള കുറച്ച് എക്കണോമിക് പോളിസീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോ തൽക്കാലം ഞാൻ മൗര്യൻ എംപയർ ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുവാണ്. ബാക്കി ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോ തൽക്കാലം ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.